ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാവേ. അപ്പം എങ്ങനെയാണ് നമ്മൾ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 1/2 ലിറ്റർ പാല് ഒഴിച്ച് തുള്ളി പോലും വെള്ളമൊന്നും ഒഴിക്കാതെ 1/2 ലിറ്റർ പാല് തീയെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാല് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാതെ. നമ്മുടെ പാല് നല്ലപോലെ നമുക്കിങ്ങനെ ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഇതെങ്ങനെ നമ്മുടെ പാല് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ പാല് അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മുടെ പാലിനകത്ത് നമ്മൾ അല്ലാതെ തന്നെ 1/2 ലിറ്റർ പാല് മാത്രമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് കണ്ടോ, ഞാനിത് ഒരു 3 സ്പൂൺ നമ്മൾ കസ്റ്റാർഡ് പൗഡർ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ കസ്റ്റാർഡ് പൗഡറാണ്. അത് ഞാനൊരു 3-4 സ്പൂൺ പാലിനകത്ത് കലക്കി വെച്ചിരിക്കുന്നതാണിത്. ഒരു 3 സ്പൂണ് ഇതുപോലത്തെ ഒരു സ്പൂണിന് 3 സ്പൂണാണ് ഞാൻ 1/2 ലിറ്റർ പാലിന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അത് നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാലിൻ്റെ മിക്സിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി. അതുകൊണ്ട് നമ്മൾ ഒരു വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊന്നാലും നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ അത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിക്കായിട്ട് വരണം, ഒന്ന് കുറുകി വരണം. ആ പാലും ഇതും കൂടി ഒഴിച്ചതും എല്ലാം കൂടെ കൂടി ഒത്തിരി അങ്ങ് കുറുകണ്ട. അപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് അത് കുഴവിടാണ്ടാവും. എന്നാലിച്ച് ഒന്ന് കുറുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അതിനടി പിടിച്ചു പോകരുത്. ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു തിക്കായിട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ. പിന്നെ ഇപ്പം നമുക്കിത് അതുകൂടെ ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് വാങ്ങി വെക്കാം. അപ്പം നല്ലപോലെ അത് കുറുകിക്കോളും. ഇപ്പോൾ തന്നെ നല്ലപോലെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കുറുകി പോവുള്ളൂ. എടുക്കരുത്. കൈ എടുക്കാതെ വേണം ഇത് ഇളക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അത് ആയിട്ട് പിടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ നല്ല കുറുകിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനി തണുക്കുമ്പോൾ ഇത് ബാക്കിയും കൂടെ ഇത് കുറുകിക്കോളും. അപ്പോൾ നമ്മളിത് നല്ലപോലെ എടുത്ത് ഇനി വേണമെങ്കിൽ അരിച്ച് ഒഴിക്കാം. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് വേറെ ഇതൊന്നുമില്ല. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഒഴിച്ചൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അരിച്ച് വേണമെങ്കിൽ അരിച്ചൊഴിക്കാം. അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. ഇതിപ്പോൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് തരികളോ അങ്ങനെയൊന്നും കിടപ്പില്ല, ഒന്നും കട്ട പിടിച്ചൊന്നും കിടപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇടാം. അതിപ്പോൾ ഇന്ന ഫ്രൂട്ട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. നമ്മുടെ ഫ്രൂട്ട് സാലഡിന് ചേർത്ത് കൊടുക്കുന്ന ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 നമ്മുടെ ബദാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മാതള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം, പിന്നെ മുന്തിരി. ഇത് ഞാൻ കുരു ഉള്ളതുകൊണ്ട് കുരുവൊക്കെ കളഞ്ഞ്, വലിയ മുന്തിരിങ്ങ ഇല്ല, അത് നല്ല മധുരമുള്ള മുന്തിരിങ്ങ, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കസ്കസ്, നമ്മുടെ അത് ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാമെന്ന് ഓർത്തു. കുഴപ്പമൊന്നും നല്ലതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ചൗരി വേണമെങ്കിൽ അത് വേവിച്ച് വേണം ചേർക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് എല്ലാം കൂടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ
കസ്റ്റാർഡൊക്കെ നമ്മൾ നല്ലപോലെ തണുത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് നമുക്കിട്ട് കൊടുക്കാവേ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യമേ നമ്മുടെ പഴം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആപ്പിള്, ഇതെല്ലാം കൂടി ഇതിനകത്ത് കൊള്ളുമോ എന്നറിയത്തില്ല. ആപ്പിൾ ഇട്ട് കൊടുത്തു. ഒരു മീഡിയം സൈസ് ആപ്പിളാണേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈന്തപ്പഴം, ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലിരുന്നത് കൊണ്ട് നമ്മളത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അനാറ്, നമ്മുടെ മാതള നാരങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2-3 ബദാം, അത് ചുമ്മാ അത് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഈ സമയത്ത് കിട്ടുന്ന എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമുക്കിടാം. മാങ്ങാപ്പഴമൊന്നും ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് മാങ്ങ ഒന്നും കിട്ടിയില്ല. നല്ല ചൂടത്ത് ഉണ്ടാക്കി കഴിയും. ഇപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല, മഴയാണേലും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ സംഭവം കൂടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊരു അടിപൊളി രസമായി. സൈഡിൽ കൂടിയൊക്കെ ഒരു ചെറിയ ചെറിയ കുത്തൊക്കെ ഒന്ന് കാണാനും തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച്, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വാനിലയുടെ ആ എസൻസ് ഇച്ചിരി കുറവുണ്ട്, ഒരു ഫ്ലേവർ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം വാനില എസൻസും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊന്ന് മൊത്തമൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാനിലയുടെ ഫ്ലേവർ, നമ്മുടെ കസ്റ്റാർഡ് വാനില കസ്റ്റാർഡാണ്, പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഇതിൽ കുറവുണ്ടെങ്കിൽ തോന്നുവാണ്, നല്ലൊരു ഇനി ഫ്ലേവറൊക്കെ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് ഇതുണ്ട്. ഇത്രയും ഒത്തിരി അങ്ങ് തീരെ വെള്ളം പോലെ ആകരുത്, ഒത്തിരി അങ്ങ് കുറുകിയും പോകരുത്. ഈ ഒരു പരുവത്തിനേക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് തണുത്തിട്ട് വേണം നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കസ്റ്റാർഡ് പൗഡറാണ്. ഇതിനൊന്നും വലിയ ചിലവുകളൊന്നും, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫ്രൂട്ട്സ് എന്താണ് അതൊക്കെ ഇടാം. നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ട് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റേതായ രീതിക്കുള്ള കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വിടുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നല്ല നല്ല വീഡിയോസും കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല വീഡിയോസും കുഞ്ഞു വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.